സദ്ഗുരുവേ ശരണം. അപ്പോൾ ഏത് ബുക്സ് പഠിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കാം? അപ്പോൾ അത് പാരൻസ് എല്ലാം വളരെയധികം ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ എൻ്റെ മോളാണിത്, പുഷ്പം 10th സ്റ്റാൻഡേർഡിലും +2-ലും സ്കൂൾ ടോപ്പറായിരുന്നു. അപ്പോൾ +2-ൽ 99% ഉണ്ടായിരുന്നു. അപ്പോൾ ശാന്തിഗിരി വിദ്യാഭവനിലാണ് പഠിച്ചത്. അപ്പോൾ പുഷ്പം പഠിച്ച ബുക്സ് ആയിരിക്കുമല്ലോ നമുക്കിപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഏറ്റവും എന്നെ സംബന്ധിച്ചൊരു ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് അതായിരിക്കും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ പുഷ്പം എങ്ങനെയാണ് അതൊക്കെ പഠിച്ചതെന്നും ആ ബുക്സിന്റെ പ്രത്യേകത എന്താണെന്നും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് ഇനി പഠിച്ചാൽ ഉപയോഗം ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ഇനി PYQന്റെ ഇമ്പോർട്ടൻസ് പോയോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവും. പിന്നെ മാത്രമല്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ഒരു കാലമാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്ത് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, ആ കാര്യങ്ങൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരുവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. അപ്പൊ പുഷ്പം, നമുക്ക് ഏതൊക്കെ ഗൈഡ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ? ഇപ്പൊ നോർമലി നീ കണ്ടിട്ടുണ്ടാവുമല്ലോ, കൂട്ടുകാരും എല്ലാരും വായിക്കുന്ന പുസ്തകങ്ങൾ ഏതായിരിക്കും? ഏതൊക്കെ ഗൈഡ്സാ പൊതുവെ കുട്ടികൾ വാങ്ങിക്കുന്നത്? ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഓസ്വാളാണ് വാങ്ങിയിരുന്നത്. എൻ്റെ കയ്യിലും ഓസ്വാളിന്റെ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ലേബർ ഇന്ത്യ ആണ്. ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ പിന്നെ ലേബർ ഇന്ത്യ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അതിൽ നിന്ന് മാത്രം എനിക്ക് ഒത്തിരി എന്താ പറയാ, എളുപ്പത്തിന് പഠിക്കാനും പറ്റി, എന്നാൽ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും പറ്റി. ഇപ്പൊ എനിക്കിപ്പോ പുഷ്പം പറഞ്ഞപ്പോൾ ഓസ്വാളിന്റെ കാര്യം പറഞ്ഞപ്പം, ഓസ്വാൾ ആക്ച്വലി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇന്ത്യ മുഴുവനും. എല്ലാവരും ഓസ്വാളാണ് സജസ്റ്റ് ചെയ്തും വാങ്ങിക്കുന്നതൊക്കെ. അപ്പൊ എന്താന്ന് എനിക്ക് തോന്നുന്നു, പുഷ്പം പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഇലാബറേറ്റ് ആണ്. പക്ഷെ അതിന് വേറൊരു ലെവലിൽ അതിന് ഉപയോഗമുണ്ട്, അത് വേറെ കാര്യം. ബട്ട് നമുക്കിപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ നല്ല മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമുക്ക് +2-ൽ നല്ല മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്സും എല്ലാം ഒതുക്കി നമുക്കതൊരു ആൻസർ ആയിട്ട് എഴുതാൻ പറ്റിയ രീതിയിൽ, എന്നാൽ എല്ലാ പോയിന്റ്സും അതിൽ വേണം താനും. ആ ഒരു രീതിയിൽ നമുക്കത് കിട്ടണമല്ലോ, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം അവിടെ ഞാൻ നോക്കുമ്പോൾ ലേബർ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വില കുറഞ്ഞൊരു ബുക്കാണ് അല്ലേ? വളരെ അഫോർഡബിൾ ആയിട്ട് ജനകീയമായിട്ടുള്ള ഒരു ബുക്കാണ് ഈ ലേബർ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ അതിന് വലിയ ബൈൻഡോ അങ്ങനെയൊന്നും അല്ല, അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടോ അങ്ങനെയൊന്നും അല്ല അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഓരോ ചാപ്റ്റർ വൈസും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെ പുഷ്പ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്? ലേബർ ഇന്ത്യ 4 വോളിയം ആയിട്ടായിരിക്കും വരുന്നത്. ഒരു വർഷം 4 വോളിയം. അത് നമുക്ക് 3 മാസം കൂടുമ്പോൾ ഓരോ വോളിയം അങ്ങനെ എന്തോ ആണ് കിട്ടുന്നത്. ഓരോ സബ്ജക്റ്റിന്റെ ഓരോ ചാപ്റ്റർ വൈസ് അവർ ആദ്യം ഒരു സമ്മറി അല്ലെങ്കിൽ മെയിൻ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഇപ്പൊ സയൻസ് ഒക്കെ ആണെങ്കിൽ ഓരോ ടോപ്പിക്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരും. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ അറിയേണ്ട എക്സ്ട്രാ ഫാക്ട്സ് ഉണ്ടാവും. പിന്നെ പഴയ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ട് അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവും. ആ ഒരു ആൻസർ നമുക്കറിയാമെങ്കിൽ അതിനെ പറ്റി ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആൻസർ ആയിരിക്കും ലേബർ ഇന്ത്യയിൽ ഉണ്ടാവുക എപ്പോഴും. പിന്നെ അതിനകത്ത് ഹോട്ട്സ് ഉണ്ടാവും അല്ലേ? ഹോട്ട്സ് എക്സ്ട്രാ ആയിട്ട്, അതായത് നമുക്ക് എവിടെയും കിട്ടാത്ത ചില മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ പുഷ്പത്തിന്റെ എക്സാമ്പിൾ. ഞാൻ 10th പഠിക്കുമ്പോൾ, ഞാൻ 10th എക്സാം എഴുതുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ഒരു ഫിസിക്സിലായിരുന്നു. റെസിസ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എന്തോ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഡയഗ്രാംസ് 4 ഡയഗ്രാം തന്നിട്ട് ഇതിൽ ഏതാണ് റൈറ്റ് എന്ന് ചൂസ് ചെയ്യേണ്ടതായിരുന്നു. കൂടുതൽ പേരും അത് തെറ്റിക്കുകയാണ് ചെയ്തത്. കാരണം അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാവരും കണക്കാക്കിയത്. ടഫ് ആയിരുന്നു. പക്ഷെ എനിക്കത് ശരിയായി. കാരണം ഞാൻ ആ ക്വസ്റ്റ്യൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ വീട്ടിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ലേബർ ഇന്ത്യയിൽ ലാസ്റ്റ് ഇവർ ഈ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, അതിൽ ഈ എക്സാക്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എക്സാക്ട് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റി. വേറെ ഒരു ഗൈഡിലും ഞാനത് കണ്ടിട്ടില്ല. ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ, ആ ഇമേജ് നമ്മളെ ഒരു ഗൈഡിലും ഇല്ലാത്തൊരു ഇമേജ് ആണ്. ഈ റെസിസ്റ്ററും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. ആ ഒരു ഇമേജ് എപ്പോഴും ബാക്കി എല്ലാ ഗൈഡിലും അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പോലും കൊടുത്തിരിക്കുന്ന രീതിയിലല്ല എക്സാമിന് അത് വന്നത്. ചെറിയൊരു അതിന്റെ ലോജിക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നാലും ആ ഇമേജ് ചിലപ്പോൾ പിള്ളേർക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ എപ്പോഴും കാണുന്നതല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ലേബർ ഇന്ത്യയിൽ മാത്രം ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കൊടുത്തിരുന്നത് ലേബർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. എനിക്ക് ആ 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി അവിടെ.
എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ടൈപ്പ് ഓഫ് ആയിരിക്കും അല്ലെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അന്ന് ഇവർക്ക് ഇപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അങ്ങനത്തെ ടൈപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ കോൺസെപ്ച്വൽ ബേസ്ഡ് ആണ്, കമ്പിറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്, കേസ് ബേസ്ഡ് സ്റ്റഡീസ് ആണ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ടോട്ടലി മാറുവാണ്. അപ്പൊ കാണാതെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി മാർക്ക് കിട്ടത്തില്ല, അത് ഇപ്പോഴേ അറിയണം. നമ്മളിപ്പോ ഇനി അവസാനം ആകുമ്പോഴത്തേക്കും ബുക്ക് വാങ്ങിച്ച് പഠിച്ചുകൊണ്ടൊന്നും ഇത് കാര്യമില്ല. ഇപ്പൊ തന്നെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ നിന്ന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. അത് പാരന്റ്സ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതിന് പറ്റിയ ഒരു ബുക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പൊ മറ്റുള്ള ഗൈഡൊക്കെ ഉണ്ട്, അതെല്ലാം നല്ലത് തന്നെ, വാങ്ങിക്കുന്നവർ വാങ്ങിച്ചോളൂ. ബട്ട് ഈ ഒരു ലേബറിന്റെയും കൂടി എല്ലാവരും കയ്യിൽ വെക്കുക, കാരണം അത് എപ്പോഴും കൊണ്ടു നടക്കുന്നത് വളരെ നല്ലതായിരിക്കും, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. മറ്റെല്ലാം റെഫറൻസ് പോലെ എല്ലാത്തിലും നോക്കുകയും ചെയ്യാം വേണമെങ്കിൽ അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം ഇപ്പൊ ബാക്കി ഗൈഡ് എല്ലാം പഠിച്ചു ഒരു ഫൈനൽ റിവിഷന് നമുക്കൊരു ക്യാപ്സ്യൂൾ പരുവത്തിൽ എല്ലാം ആവശ്യം വരുമല്ലോ. ഈ റിവിഷൻ പെട്ടെന്ന് എന്തെങ്കിലും വന്ന് എന്താന്ന് നോക്കണമെന്ന് തോന്നിയാൽ ലേബറിന്റെ ആയിരിക്കും ഏറ്റവും യൂസ്ഫുൾ. അപ്പൊ ഇനി അടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ എങ്ങനെ പഠിക്കണം? ഇപ്പൊ പഴയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി ചോദിക്കില്ല, അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള കാലത്ത് നമ്മൾ ഇനി പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടോ എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ പുഷ്പം ഏത് രീതിയിലാണ് പഠിച്ചത്? ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചാണ് പഠിച്ചത്. ആ സമയത്ത് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ എടുക്കും. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ട് ഓരോന്നിന്റെ ആൻസർ പഠിക്കും. കാരണം നമുക്ക് 10th എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആൻസർ തന്നെ ഉള്ളൂ, അതിന് ഇലാബറേറ്റ് ചെയ്തൊന്നും എഴുതാൻ സ്പെസിഫിക് ആൻസർ. അപ്പം ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് ആൻസർ പഠിക്കും. അപ്പോൾ ഇതിൽ ഗുണം എന്ന് പറഞ്ഞാൽ ഈ പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു, ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അത് വീണ്ടും അതിലുണ്ടാവും. ചിലപ്പോൾ ചെറിയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്, പക്ഷേ ആൻസർ സെയിം തന്നെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ നമുക്കത് ഭയങ്കര ഗുണമാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവുമോ ചില ക്വസ്റ്റ്യൻസ്, ചില ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ കൊല്ലവും ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് ആൻസർ പഠിക്കുക. അങ്ങനെ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് പലതും വരുന്നത്. അപ്പോൾ എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇനി ഇപ്പോഴത്തെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയാലും കൺസെപ്റ്റ് എപ്പോഴും സെയിം തന്നെയായിരിക്കും, ടോപ്പിക്സ് സെയിം ആയിരിക്കും. കാരണം അതേ ചോദിക്കാൻ പറ്റത്തുള്ളൂ, ചോദിക്കുന്ന രീതി ആയിരിക്കും ഡിഫറെന്റ്. അപ്പൊ ഇനി അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നിങ്ങൾക്ക് PYQs ഇല്ലല്ലോ നോക്കാൻ. അപ്പൊ എന്തായാലും പക്ഷേ സ്റ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ടോപ്പിക്സ് ഏതാന്ന് നോക്കുക. ഇപ്പൊ ചിലപ്പം മയോപ്പി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ടോപ്പിക്സ് ഏതാന്ന് നോക്കുക. അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും എടുക്കുക. ആ ടോപ്പിക് എടുത്തിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ പാറ്റേൺ എന്തായിരിക്കും എന്ന് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പാറ്റേൺസ് കാണുമല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. അതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് AI യൂസ് ചെയ്യാം. ഇപ്പോൾ ജെമിനി അല്ലെങ്കിൽ ChatGPTയിൽ ഇത് രണ്ടും കൊടുക്കുക, ടോപ്പിക്ക് കൊടുക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ കൊടുക്കുക, എന്നിട്ട് പറയുക ഈ ടോപ്പിക്കിന് ഈ ഒരു പാറ്റേണിൽ കുറച്ച് മോക്ക് ടെസ്റ്റ് തരാൻ പറയാം. അങ്ങനെ ഭയങ്കര യൂസ്ഫുൾ ആണത്. അപ്പോൾ നമുക്ക് കുറച്ച് മോക്ക് ടെസ്റ്റ് എക്സാക്ട് രീതിയിൽ തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ആ ടോപ്പിക്ക് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് AI തരുന്ന മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ആൻസറും അവർ തന്നെ തരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓ ഇങ്ങനെയാണ് രീതി, ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാവും. AI യൂസ് ചെയ്യുക, കാരണം എല്ലാ കുട്ടികളും എന്തായാലും ഇപ്പോൾ ഫോൺ നോക്കിയല്ലേ പഠിക്കുന്ന മിക്കതും. അപ്പോൾ അതിന് AIയും കൂടെ യൂസ് ചെയ്താൽ മതി, ഇപ്പോൾ എളുപ്പമാവും. അപ്പോൾ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇനി മുതൽ യു ഹാവ് ടു യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, യൂസ് ഇറ്റ് സ്ട്രാറ്റജിക്കലി. അതിനൊരു നല്ല സ്ട്രാറ്റജി വേണം. അതായത് അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കോൺസെപ്റ്റാണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, ഏതാണ് എപ്പോഴും ചോദിക്കുന്നത്, കോർ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. എന്നിട്ട് ആ ടോപ്പിക്സ് എടുത്തിട്ട് നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതാണ് ഇപ്പോൾ പുഷ്പം പറഞ്ഞത്, നമുക്ക് ChatGPTയോടോ അല്ലെങ്കിൽ ജെമിനായോടോ ഒക്കെ ചോദിക്കുമ്പോൾ ഈ ടോപ്പിക് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇപ്പോഴത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ബേസ്ഡ് ക്വസ്റ്റ്യൻസിനോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നൊക്കെ അടിച്ചു നോക്കുമ്പോൾ അവർ ഫുൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ആ ടോപ്പിക്കിനെ ട്വിസ്റ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ ഇത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന്, ഏത് ടോപ്പിക്ക് കിട്ടിയാലും നമ്മളത് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കാനായിട്ട് നോക്കുക. പലർക്കും PDFs കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ, ക്വസ്റ്റ്യൻ ബാങ്കിന്റെ PDF ഞാൻ തന്നെ അയച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഇവിടെ കമന്റ് ചെയ്യണം. ഇനി എല്ലാ സബ്ജക്റ്റിന്റെയും ഫ്രീ PDF ഉണ്ട്. നമ്മുടെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് NCERT തന്നെ നമുക്ക് തരുന്ന
PDF ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർ ഇവിടെ കമൻറ്റ് ചെയ്താൽ അത് അയച്ചു തരാം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്ത് ഈ പറഞ്ഞ AI യൂസ് ചെയ്ത് ChatGPT-യിലോ അല്ലെങ്കിൽ എന്തിലാണെങ്കിലും ഇട്ടിട്ട് ആ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പറയാം, ഒരു ടോപ്പിക് കൊടുത്തിട്ട് ഈ ടൈപ്പാണ് ഇനി ക്വസ്റ്റ്യൻസ്, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തരിക, അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ എനിക്കിത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ എന്ന് ചോദിക്കുക. അപ്പോൾ കുറേ ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇനി ഇംഗ്ലീഷിൽ നമുക്കൊന്ന് പ്രത്യേകിച്ച് ചോദിക്കാം. ഇംഗ്ലീഷിന് എങ്ങനെയാണ് പുഷ്പം നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്തത്? അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഗ്രാമർ ആണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഗ്രാമർ റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് നമ്മളത് മനസ്സിലാക്കി മനസ്സിലോർത്ത് വെച്ചാലേ പറ്റത്തുള്ളൂ. അതിനെനിക്ക് എപ്പോഴും റൂൾസ് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഞാൻ +1 വന്നപ്പോൾ ഉള്ള ഒരു നമ്മുടെ +1 സ്റ്റേറ്റ് ആയിരുന്നു ഞാൻ. അതിൽ ഒരു ടെക്സ്റ്റിൽ ഒരു പോർഷൻ ഉണ്ട്. അതിൽ ഈ ഗ്രാമറിൻ്റെ റൂൾസ് ഒരു 2 പേജിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഞാൻ ആ റൂൾസ് തന്നെയാണ് എടുത്ത് എപ്പോഴും റിവൈസ് ചെയ്ത് നോക്കാറ്. ആ റൂൾസ് മാത്രം ഞാൻ എപ്പോഴും ഓർത്ത് വെക്കും. അത് എല്ലാ ഒറ്റൊരു ക്യാപ്സ്യൂൾ പോലെ അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഞാൻ അതാണ് നോക്കിയിട്ടുള്ളത്. അപ്പം അത് കിട്ടുമെങ്കിൽ എല്ലാവരും അതൊന്ന് നോക്കുക. ആ റൂൾസ് എപ്പോഴും ഓർത്ത് വെച്ചാലേ നമുക്ക് ഈ ഗ്രാമർ ചെയ്യാൻ പറ്റും. എന്നിട്ട് കുറേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുക, ഗ്രാമർ എളുപ്പമാവും. പിന്നെ ഇപ്പം നമുക്ക് സ്റ്റോറി അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതാൻ ചോദിക്കുവാണ്, ഒരു ക്യാരക്ടറിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ നമ്മളെന്താ ചില വാക്കുകൾ മാറ്റുക. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ക്യാരക്ടറിനെ പറ്റി ടോളാണെന്നോ അല്ലെങ്കിൽ അയാളുടെ സ്കിന്നോ അങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പം നമ്മൾ വെറുതെ ഹീസ് ടോൾ എന്ന് എഴുതാതെ, അല്ലെങ്കിൽ പുള്ളി ഒരു വളരെ സത്യസന്ധനായ ആളാണ് എന്ന് വെറുതെ എഴുതാതെ അതിനൊരു പ്രത്യേക രീതിയിൽ എഴുതാൻ ചില വാക്കുകളുണ്ടാവും. നമ്മളെഴുതും ഹീസ് എ ട്രൂത്ത്ഫുൾ പേഴ്സൺ എന്നായിരിക്കും നമ്മൾ എഴുതുന്നത് പൊതുവെ. പക്ഷേ കുറച്ചുകൂടെ മാർക്ക് കിട്ടാൻ നമ്മൾ അങ്ങനെ എഴുതുന്നേക്കാളും ഞാൻ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമുക്കിങ്ങനെ എഴുതാം, ഹിസ് ഓണസ്റ്റി വാസ് ആസ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ എന്ന് എഴുതാം. അത് ഭയങ്കര ക്യാച്ചിയാണ്. നമ്മൾ ആ സെയിം കാര്യമാണ് പറയുന്നത്, പക്ഷേ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് പറയുന്നു. പിന്നെ വേണമെങ്കിൽ പറയാം, ഹിസ് വേർഡ്സ് ക്യാരി ദ വെയ്റ്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയാം. അപ്പോൾ കീ വേർഡും അവിടെ വന്നു കഴിഞ്ഞു, കാര്യവും പറഞ്ഞു. പിന്നെ പറയാം, ആ ആൾക്ക് ഗ്രീൻ ഐസ് ആയിരുന്നു എന്ന് നമുക്ക് പറയണം. ഇപ്പോൾ ഒരാൾക്ക് ഗ്രീൻ ഐസ് ആണ് എന്ന് നമുക്ക് എഴുതാം. ഹി ഹാഡ് ഗ്രീൻ ഐസ് എന്ന് നമ്മൾ എഴുതാതെ നമുക്കതിന് പകരം എഴുതാം എമറാൾഡ് ഐസ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം, ഡീപ്പ് ഫോറസ്റ്റ് ഐസ് എന്ന് യൂസ് ചെയ്യാം. അങ്ങനത്തെ വേർഡ്സ്, ഇങ്ങനത്തെ ചില വാക്കുകൾക്ക് നമ്മൾ എന്താ പറയുക, സ്പെസിഫിക് കാര്യങ്ങൾക്ക് അല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ നല്ല വേർഡ്സ് യൂസ് ചെയ്യുക. കുറേ നല്ല വേർഡ്സ് വരുമ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ കുറേ മാർക്ക് വരും. പിന്നെ എഴുതുന്ന സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്റ്റോറിയൊക്കെ ആണെങ്കിലും ഡിവൈഡ് ചെയ്ത് എഴുതാൻ ശ്രദ്ധിക്കുക. ആ ഒരു പാരഗ്രാഫ് അത് കഴിഞ്ഞ് അടുത്തൊരു ബോഡി പോലെ അങ്ങനെ എഴുതാനൊക്കെ ശ്രദ്ധിക്കണം. ഫോമാറ്റ്സ്, പിന്നെ ആർട്ടിക്കിൾ, ലെറ്ററൊക്കെ ആണെങ്കിൽ ആ ഫോമാറ്റ് പഠിച്ച് വെച്ചാൽ തന്നെ നല്ല മാർക്ക് അതിൽ അവിടെ എല്ലാം സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെയുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ പോസ്റ്റേഴ്സായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക. ഇംഗ്ലീഷ് ട്യൂഷനും സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രാമറും എല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 9th 10th അല്ലെങ്കിൽ +1 +2 കുട്ടികൾക്ക് ഇപ്പോഴത്തെ കമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അതിൻ്റെ ഒരു കോച്ചിങ്, അതിനൊരു ക്ലാസ് ഞാൻ തുടങ്ങുന്നുണ്ട് ഉടൻ തന്നെ. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യുക. അപ്പോൾ എത്ര കുട്ടികളുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് ആ കോഴ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. So please do subscribe, like and share. So see you in the next video. Until then, you take care. Sadgureshwar.